ഓ ഒരു ആക്സിഡന്റ്. എല്ലൂരായിട്ട് മട്ടന്റെ എല്ലൂരാൻ പോണെന്ന്. മോങ്ങം വെള്ളാമ്പ്രം റൂട്ടുമ്മ കേറി. അത് ഞങ്ങളോട് പറയാൻ മറന്നു. ഇനി ആകെ വണ്ടികളെ ചുറ്റിനും. എന്താ പറഞ്ഞറിയോ? ലഹം മുഹമ്മദ്. ഫസ്റ്റ് നമുക്ക് തുറക്കുമ്പോ ചെറിയ ഇത് ലൈറ്റ് അത് അതിന് തീരണില്ല, പിന്നെയാണ് തുടങ്ങുന്നത് ശരിക്ക്. അപ്പോൾ ഓട്ടോവിന്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ വെച്ചാല് പ്രത്യേകിച്ച് വരുന്നില്ല, നമ്മള് ക്രിസ്റ്റേറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് പുതിയ നമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഇടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ നമ്മളെ അനൂസ് ഉണ്ട്, അനൂസ് MT അല്ലേ? ആ, അനൂസിനെ കൊണ്ട് പോകുന്നത്. നമ്മള് വെറുതെ ഇരിക്കാൻ തരില്ല. അപ്പോ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയാണ്. ഒരു പരിപാടി ഇല്ല, വെയിലാണ്, നോമ്പാണ്, ഒന്നിനും വെച്ച. അപ്പൊ അങ്ങനെ ഇറങ്ങിയാണ്. അപ്പൊ ഓനും ഉണ്ടേനെ അവിടെ. ഓൻ എന്നും അവിടെ വന്ന് നിർത്തിക്കും. അപ്പൊ ഓനെയും കൂട്ടി ഇറങ്ങി പോരുന്നെങ്കിൽ നമ്മളെ ഇത് കൊടുക്കാണ്ട് അവിടെ നിന്ന് ഇന്നലെ സിൽക്കി ഗോൾഡ് ഇന്നലെ ബാംഗ്ലൂർ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത് പോരും വേണം. അങ്ങനെ ഒരു നമ്പർ പ്ലേറ്റ് നമ്മൾ ചെറിയൊരു ഫാൻസി ഒക്കെ അടിച്ചിരിക്കണ്. അപ്പൊ അതും കാര്യങ്ങളും ഇന്നത്തെ മൊത്തത്തിലുള്ള രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാന്നാണ് മെയിൻ ലക്ഷ്യം. ഓക്കെ, ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. അപ്പൊ അതും ഇതിലുണ്ടാവും. മൊത്തത്തിലുള്ള ഒരു വ്ളോഗാണ്. അപ്പൊ നമ്മള് ചന്തക്കുന്ന് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ഇത് പറയാനുള്ളത്. പിന്നെ അൻസേ എത്ര വർത്താനോ? നോമ്പിട്ടോ? ഇന്ന് SLC എക്സാം ആണ് നാളെ. നാളെ ഏത് എക്സാം നാളെ എക്സാം പോലും അറിയില്ല. നാളെ എക്സാം ഏതാ? എക്സാം ഏതാ നാളെ? നാളെ ഏതാ എക്സാം? പരീക്ഷ ഏതാ? അറബിയാണ് എക്സാം ഒക്കെ അറിയാം കേട്ടോ. പഠിച്ചോ? ആ പിന്നെ രാവിലെ ഞങ്ങളിപ്പോ ഉണ്ട്. എപ്പോഴും പഠിച്ചാവോ? ഞങ്ങളൊക്കെ തലേന്നെങ്കിലും നോക്കലുണ്ട്. ജാവും നോക്കല്ലോ. ഏതായാലും അവന്റെ അവസ്ഥ അതൊന്നും വേണ്ട. അങ്ങനെ അതൊന്നും വേണ്ട. ഞാനൊന്നും പഠിച്ചിട്ടല്ലോ പാസ്സായി തരാറ്. പഠിച്ചിട്ടൊരു കാര്യമല്ല സാറ്. ആണെങ്കിൽ പഠിച്ചോ. അവളേ പഠിച്ചില്ലെങ്കിൽ ഇങ്ങനെ നടക്കാൻ പറ്റൂല. അത് കൈയല്ല കടച്ചില്ലോ. അത് ഇതിങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡ് വാങ്ങട്ടെ. വ്ളോഗ് എടുക്കാൻ നമുക്ക് പുതിയ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വേണം. ആ വെറൈറ്റി സാധനം കൊണ്ടുവരാം. മറ്റേ ഗിംബലല്ല, അത് DJന്റെ ഗിംബൽ. അത് റീൽ എടുക്കാൻ വേണ്ടി ഒരു ഗിംബൽ അങ്ങനെയാ. 14,000 ഉറുപ്പിക എടുത്തിട്ട് തന്നാ വാങ്ങിയത്. അന്ന് റീലിന്റെ കമ്പനി മക്കളെ പേര് റീലേനി. വെഡിങ് റീലും കാറിന്റെ റീലും അങ്ങനെയൊക്കെ. അത് നമ്മൾ ആദ്യം തുടക്കം അറിയാമെങ്കിൽ നമ്മള് ഏകദേശം ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിച്ചപ്പം പഠിച്ചപ്പോ ആ ടൈമില് എൻ്റെ 7+ അല്ലേ? 7+ ആണല്ലേ? 7+ ആണ്. iPhone 7+. അന്ന് കമ്പം പിടിച്ച് ഫോട്ടോ ഒക്കെ അടിച്ച് കമ്പം പിടിച്ച് വാങ്ങിയതാണ്. ഇൻസ്റ്റാഗ്രാം 13 Pro അല്ല, 7+ ആദ്യം, എന്നിട്ടാണ് 13 Pro ഒക്കെ അങ്ങനെ. അപ്പൊ അങ്ങനെ 7+ നമ്മള് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര കമ്പാണല്ലോ. നമുക്ക് കല്ലിയിലെ കമ്പൈനാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മള് 7+ വാങ്ങിന്. അങ്ങനെ നല്ല ഫോട്ടോ കമ്പം കൊണ്ട് വാങ്ങിയാണ്. അത് വാങ്ങിയതിന് ശേഷമാണ് നമ്മളെ കുടുംബക്കാരുണ്ട്, നമ്മളെ മൂത്താപ്പാൻ്റെ കുട്ടീൻ്റെ കല്യാണം വന്നത്. ആ ടൈമില് അതിലാണ് വീഡിയോ ഒക്കെ എടുത്തിരുന്നത്. വെഡിങ് റീലൊക്കെ ചെയ്യും. വെഡിങ് റീൽ പറഞ്ഞാല് അതിന് ശേഷമാണ് മൂത്താപ്പാൻ്റെ കല്യാണത്തിന്റെ മൂത്താപ്പാൻ്റെ കുട്ടീൻ്റെ കല്യാണത്തിന് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ നല്ല റങ്കായി. അവിടുന്ന് അങ്ങോട്ട് എനിക്ക് വേറെ ഇവന്റാറായിട്ടും കുറെ കണക്ഷൻസ് ഒക്കെ കിട്ടി. അങ്ങനെ വെഡിങ് റീലൊക്കെ ചെയ്ത് അങ്ങനെ കമ്പം പിടിച്ചൊരു ഗിംബിൾ അങ്ങനെയാണ്. DJIന്റെ ഒരു Osmo 6 പറയും. പക്ഷെ ദുബായിന്ന് കൊടുന്നീനെ. അവിടെ വില കുറവുണ്ട് വാങ്ങിയതാ. സംഭവം ദുബായിൽ വില കുറവുണ്ട്, പക്ഷെ അബുദാബിയിൽ വില കുറവില്ല. ഞാൻ അബുദാബിന്ന് വാങ്ങിയത് ഇന്ത്യന്റെ പ്രൈസ് ആയിട്ട്. അങ്ങനെ കുറെ മണ്ടത്തരങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സാധനം വെച്ച് പറ്റില്ല. അത് ഫോൺ ഇങ്ങനെ പിടിച്ചാൽ വേറെ ഗിംബിൾ തന്നെ വേണം. അപ്പൊ അങ്ങനെയൊക്കെ അത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിച്ചു വെച്ചിട്ടുണ്ട്. നമ്പർ ഫിറ്റ് ചെയ്യുക. പിന്നെ നാട്ടിൽ പോരുക. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ക്രിസ്റ്റന്റെ അടുത്ത് പോകണം. അൾട്ടീസ് എന്തായി ചോദിച്ചില്ല എല്ലാവരും. അൾട്ടീസ് നമ്മൾ നാളെ കാണിച്ചാ. ഇന്നിപ്പോൾ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ നേരല്ല. ഇന്നിപ്പോൾ ഏകദേശം 2 മണിയായി. പിന്നെ വന്നിട്ട് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഒന്ന് അവിടെ പോയി കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നാളെ നമ്മൾ അൾട്ടീസിന്റെ വർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അൾട്ടീസ് എന്തായി എന്നും വലിപ്പിച്ചാണ് പറഞ്ഞത്. ഞാൻ വലിപ്പിച്ചാൽ ഇത് കിട്ടണ്ടേ. ഞാൻ ലേറ്റിന് ഓർഡർ കൊടുത്ത് 360 കൊടുത്ത്. അത് ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇമ്പോർട്ടഡ് ടെയിൽ ലൈറ്റ് കുറെ തപ്പി പറഞ്ഞാല് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാവരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്. എല്ലാ ആക്സസറീസിലും നമുക്ക് അറിയാവുന്ന എല്ലാവരോടും, കേരളത്തിലെല്ലാവരും ഒരുവിധം അറിയാവുന്ന എല്ലാവരോടും കുറെ ഡൽഹിയൊക്കെ അന്വേഷിച്ചിട്ട് സാധനം കിട്ടാനില്ല. അതെല്ലാവരും അന്വേഷിച്ചിട്ടാണ് സാധനം കിട്ടാനില്ല പറഞ്ഞത്. അപ്പോ അത് കിട്ടാനില്ല. അപ്പൊ അതിന് വേണ്ടി ഞാൻ കുറെ തപ്പി. ആ ഹെഡ് ലൈറ്റ് ഉണ്ട്, ടെയിൽ ലൈറ്റ് ഇല്ല. അപ്പൊ അത് കുറെ തപ്പിയിട്ട് നമുക്ക് കിട്ടിയില്ല. ഏതായാലും അപ്പൊ അത് ഒഴിവാക്കി. പിന്നെ നമ്മൾ സാധാ ടെയിൽ ലൈറ്റ് ഒക്കെ ആക്കി. അതിന് ഏകദേശം ഞാൻ പിന്നെ സാധനം ഉണ്ട്. ഞാൻ അതിനൊരു ഗ്രില്ല് ഓർഡർ ചെയ്തിന്.
അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് വാപ്പ സൗദിന്ന്, വാപ്പയല്ല ബ്രദർ എൻ്റെ കാരണവരുണ്ട്, ഓൻ സൗദിയിലുള്ളത്. ഓനും വാപ്പയും സൗദിയിലേനി. ഓന് ചൈനീന്ന് എന്താ സാധനം ചൈനീന്ന് സാധനം സൗദിക്ക് കൊടുത്ത്, സൗദിന്ന് വാപ്പ കൊണ്ടുവരാൻ പറ്റില്ല, കൊറിയർ അയക്കാൻ പറ്റില്ല, വണ്ടിയുടെ സാധനങ്ങളൊന്നും കൊറിയർ അയക്കാൻ പറ്റില്ല പറഞ്ഞത്. അതിലെന്താട്ടി വാപ്പ എനിക്ക് അത് കൊണ്ടുവരാൻ വേണ്ടി വേറൊരു സൂക്കേസ് പറഞ്ഞാല് വേറൊരു ബാഗ് അതിനായിട്ട് വലിയ ബാഗ് വാങ്ങി, അങ്ങനെയൊക്കെ ചൊറണ്ടേനി. അങ്ങനെയൊക്കെയാണ് പിന്നെ കൊണ്ടുവന്നത്. ഓ ഒരു ആക്സിഡന്റ്. അതെ നമ്മളെ ചെക്കന്മാര് ഞങ്ങളിങ്ങനെ പോന്നോണ്ടിരിക്കേനി, മുക്കട്ട് എത്തിയപ്പോലെ സംഭവം ചെക്കന്മാര് ആ ദണങ്ങള് ഈ സെന്ററിൽ വരുന്ന മറ്റേ എന്താ പറയാ സ്പീഡ് കുറക്കാൻ വേണ്ടി നമ്മള് വെക്കൂലേ ഒരു അമ്പ് പോലത്തെ അല്ല റിഫ്ലക്ടർ ലൈൻ ഇടുമല്ലോ, അത് കട്ട് ചെയ്താണ്. അപ്പൊ ആ ചരക്കല്ലുകൾ കേറിയിട്ട് അത് കിട്ടായി കറക്റ്റ് വീഡിയോ ഇങ്ങനെ എടുത്തോണ്ട് അപ്പഴാണ് ഹെൽമെറ്റ് ഉണ്ടായതാണ്. മറ്റവന്റെ കൈ ഇവിടെ നല്ലോ മട്ടിപ്പേന്റ് പോയിക്കണം. ഏതായാലും നോക്കി കണ്ടൊക്കെ നടന്നോണ്ടി ബൈക്ക് മടക്കുമ്പോ ചെന്നെ പേടിയാണ്. ചെന്നൈ സട്ടറും ഇതൊക്കെ എടുക്കാൻ പോകുമ്പോ ഭയങ്കര പേടിയാ. ബൈക്ക് പൊതുവെ നമ്മള് കുറവാക്കാൻ കരുതും, പക്ഷെ കയ്യണ പോലെയൊക്കെ കുറവാക്കും എന്നല്ലാതെ ഇപ്പൊ കാട്ടുക. നോക്കി കണ്ടൊക്കെ പോവുക കേട്ടോ എല്ലാരും. ഹോസ്പിറ്റലിൽ പോകുന്ന നിൽക്കന്മാര് വണ്ടിമേ ചെറിയ സ്ക്രാച്ചുകളാ, മനുഷ്യന്മാർക്ക് എന്തെങ്കിലും പറ്റിയല്ലേ. കറക്റ്റാ വിഗില് ഞാൻ കറക്റ്റ് അങ്ങനെ നോക്കിയാല്. ഏതായാലും നമ്മളേ ബാക്കി നമ്പർ വിറ്റാക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, ചെറിയൊരു ബാഡായി. നമ്മൾ കുറച്ച് നേരത്തിന് ക്യാമറമാൻ ആക്കാണ് കേട്ടോ. മനസ്സാ ഇതിങ്ങനെ പിടിച്ചാ കിട്ടുണ്ടോ? സെറ്റാണോ? ഓക്കെ ആണോ? ഇങ്ങനെ അടിയാ നീ വണ്ടി കാണിച്ചത് ഫ്യൂച്ചർ ക്യാമറമാനാണ് നമ്മളെ കേട്ടോ. ജി പഠിച്ചോ, ജി 10ാം ക്ലാസ് ഫെയിൽ ആയാലും എന്നെ ഞാൻ എടുത്തോണ്ട് കേട്ടോ. ജി നമ്മളെ ക്യാമറമാൻ ആയിക്കോണ്ടി കേട്ടോ. ഓക്കെ അല്ലേ? ഹാപ്പിയാണോ? അപ്പൊ ഇതിന്റെ നമ്പർ നമ്മൾ മാറാൻ പോണത് HR70G1148 നമ്പർ അടിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്കൊന്ന് പള്ളിയിൽ പോയിട്ട് വാ. ജി പള്ളിയിൽ പോയിക്കണോ? സ്കരിച്ചോ? ഓമ്പുണ്ടോ? സത്യം പറഞ്ഞോ? ഒരു വണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. 17 മോഡലാട്ടോ, 17 G4 ഓട്ടോമാറ്റിക് 2.8. അതിന്റെ നമ്പർ വെറൈറ്റി നമ്പർ അടിച്ചിട്ടുണ്ട് 7686. ചെറിയൊരു ഫാൻസി. ഓക്കെ, ഏതായാലും പോയിട്ട് കേട്ടോ. ഓഫായിക്കോ ഗൈസ്. അപ്പൊ ഗൈസ് ഞാന് നേരത്തെ എന്താ ഇപ്പൊ അവിടെ പോയി സൗണ്ട് വർക്കല്ലേ, കോപ്പി റൈറ്റ് അടിച്ചോന്നില്ല, പൈസ ഒക്കെ പോകും. ഒന്നുമില്ല കേട്ടോ. പിന്നെ കിട്ടുന്നുണ്ടെങ്കിൽ വിചാരിക്കണ്ട് ഡീൽ വേസ് ഉണ്ടല്ലോ അവിടെ ഇൻസ്റ്റയിലെ ആളുണ്ടാവല്ലോ വീഡിയോസ് ഒക്കെ. അപ്പൊ ഗൈസ് നമ്മള് അങ്ങനെ പോണ് നോമ്പറക്കണേ. അപ്പൊ നമ്മളെന്താ പറഞ്ഞ വെച്ചാലേ നേരത്തെ പെട്ടെന്ന് വീഡിയോ കട്ടാനുള്ള കാരണം എന്താ വെച്ചാല് ഫോണിൽ ചാർജ് ഇല്ലാത്ത കാര്യം ഞാൻ അറിഞ്ഞില്ല. വീഡിയോ ഞാൻ ഓഫ് ആയതാ, പിന്നെ അങ്ങനെ ലോക്കായി അങ്ങനെ വിട്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു തുറവി നമ്മളൊരു കമ്പനിക്കാരന്റെ ചെറിയൊരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് ഒരു പ്രൊമോഷൻ രീതിക്കുള്ള തുറവിയാണ് പറഞ്ഞത്. അപ്പൊ എവിടെ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡെലീഷ്യയിലെ പോണം നമ്മള്. ഡെലീഷ്യ വെള്ളാമ്പുറത്തുള്ള നമ്മള് ഓല് രണ്ടാളും അവിടെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ഒരു വേറെ വൈക്കാടെ പോയിനി. അപ്പൊ ഓലെ ഞാൻ അവിടെ നിൽക്കണം, അപ്പൊ നമ്മളിതിൽ പരിചയപ്പെടുത്താം. ചിലപ്പോ കണ്ടോ നിങ്ങളൊക്കെ. പിന്നെ നമ്മള് ബീവിനെയും കൂട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. ഇപ്പൊ 6:14 എപ്പ ഇറങ്ങാൻ പറഞ്ഞറിയോ, ഓരോ വള്ളി അങ്ങനെ പിടിച്ച് നേരം പോകും. എന്താ സംഭവം അറിയില്ല. എന്നൊരു ബൈക്ക് ഇറങ്ങും, അത് വെറുതെ നേരം വയ്ക്കും. സംഭവത്തിനാണ് നോക്ക് പി ഫാസ്റ്റ് ആണ് വരുന്നേ. അതൊക്കെ കുത്തിയ തള്ളി വരും കേട്ടോ, ഒന്ന് നോക്കുക കളി. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കി അവിടെ എത്തിയിട്ട് നമ്മള് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താം. നല്ല ലഹമ്മശ്വി ആയിക്കാണ്ട്, ലഹമ്മശ്വി. അപ്പൊ അതൊക്കെ കാണിച്ചതാ. എല്ലിങ്ങനെ ഊരി പിടിച്ചു നമ്മള്. എല്ലൂരായിട്ട് നിങ്ങള് മട്ടൻ എല്ലൂരാൻ പോണെന്ന്. സൺറൈസ് ഷ്യാം നമ്മളെ ട്രാൻസ്പോർട്ടേഷന്റെ പേര്. അപ്പോ ബാക്കി നമ്മൾ അവിടെ പോയിട്ട് വ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചുതരാം. സാധനത്തിന്റെ അതുപോലെ അവിടുത്തെ ജസ്റ്റ് ഒരു അങ്ങനത്തെ ഒരു എന്റർടൈൻമെന്റ് ബ്ലോഗ്. ഡെയിലി ഞാൻ അതാണ് പരിപാടി. എന്താ ഇപ്പം FI വീൽസ് പ്രിയോണ്ട് കാസ് നമ്മളെ മോങ്ങം വെള്ളാമ്പുറം റൂട്ടുമ്മ കയറി. അത് ഞങ്ങളോട് പറയാൻ മറന്നു. ഇനി ആകെ വണ്ടികളെ കയറി ചുറ്റിനും ഓട്ടോമാറ്റിക് വണ്ടികളെ സ്ഥലമാണ് മോങ്ങം വെള്ളാമ്പുറം ഏരിയ. ആ റൂട്ടുമ്മ നമ്മൾ കയറിക്കണേ. ഇനി നോക്കുക തന്നെ വേണ്ട. ഫുൾ വണ്ടി ഫീൽഡാണ് കിടക്കണേ. വണ്ടി പരിപാടി ഏറ്റവും കൂടുതൽ വണ്ടികള് സെയിൽസ് ആക്കുന്ന ഏരിയ ആണത്. ഏത് ടൈപ്പ് വണ്ടികളും ഉണ്ടാവും അവിടെ. അതാണ് അവിടുത്തെ പ്രത്യേകത. ഓക്കെ,
അപ്പൊ നമ്മള് നേരെ പോയിക്കൊണ്ടിരിക്കാണ്. ഇനി ബാക്കി അവിടെ എത്തിയിട്ട് നമ്മൾ കാണിച്ചിടാം. ഇന്ന് ഫുൾ പരിപാടി. അപ്പൊ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടെയാണ് പരിപാടി? എവിടെയാ? ഫുൾ ബ്ലോഗ് ഡെലിഷ്യ. നേരം വെക്കി ആവശ്യമില്ല. നമ്മൾ ലേറ്റ് ആയിട്ട് വരുമ്പോഴുള്ള നമുക്ക് അറ്റൻഷൻ കിട്ടുക. പരിപാടി നമുക്ക് എന്താ മൊത്തത്തില് പറയാനുള്ള എങ്ങനെയാണ് കാര്യങ്ങൾ? മൊത്തത്തില് സിയാസര് 2 മണിക്കൂർ പോസ്റ്റ് ഇട്ടു. പള്ളിക്ക് നല്ല സുഖമായിട്ട് ഇറങ്ങി. കുഴപ്പമില്ല. അല്ല നേരത്തെ അവിടെ പോയിട്ടും കാര്യമില്ല. ഇതാണ് ടൈം പറഞ്ഞു. എന്താ കഴിക്കാം ഞാൻ എന്താ പറഞ്ഞറിയോ? ലഹം മുഹമ്മദ്. എന്താ വേണ്ടത് അവിടുന്ന് ബാക്കി പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് ഇറങ്ങാണ്. പോയി സെറ്റല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മള് 2 ചെക്കന്മാര്, ഒന്ന് ആശിയുണ്ട്, റൊണാക്കും ഉണ്ട്. അത് സംഭവം ഉഷാറായിട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ നല്ല രസം നാക്കുന്നതിന്. ഉഷാറല്ലേ? അടിപൊളി. അതാണ് ലഹം മുഹമ്മദ്. നല്ല നാക്കുണ്ട്. ബീഫ് നാക്കല്ലേ? ബീഫ് നല്ല രസം കാണാന്. പിന്നെ ഇതിപ്പോ 2 കൊല്ലം മുമ്പ് ഫാഷനാണ്, ഇപ്പൊ ജിമ്മാണ്. ഇനി കുറച്ച് ഫുഡ് ബ്ലോഗർ ആവും. അപ്പൊ ഇനി എല്ലാ ഫീൽഡും ചിലപ്പോ നാളെ കഴിഞ്ഞാൽ മോലിറാനൊക്കെ പോട്ടോ. അപ്പൊ നാക്കാണ്. അപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചാണ്. പിന്നെ മൊത്തത്തിൽ അടിപൊളിയല്ലേ പരിപാടി? ഫുഡും കാര്യങ്ങളൊക്കെ നൈസായിന്. പിന്നെ മെയിൻ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് നമുക്ക് തുറക്കുമ്പോ ചെറിയ ലൈറ്റ് അത് അതിന് തീരണില്ല, പിന്നെയാണ് തുടങ്ങണത്. ശരിക്ക് അതായത് മജ്ജക്ക് കൂട്ടുമ്പോള് അയച്ചു പറ്റിയില്ല. ഡബിൾക്കെല്ലാം പറ്റിയാണ്. ഇറച്ചിയായി മതി. എന്നിട്ട് കടിച്ചാത്തൊന്നും അങ്ങനെ നമ്മള് തിന്നാതൊക്കെ നമ്മള് തിന്നും പറഞ്ഞേ. അപ്പൊ ആ ഒരു നാക്കന് സംഭവം രസമുണ്ട്. പരിപാടിയൊക്കെ നല്ല നാക്കേന്. പിന്നെ അപ്പൊ ഇനിയും ഇതുപോലെ നമ്മള് അടുത്ത അല്ലെ തുടക്കാണ്. ആ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി, നമ്മൾ വരും ചേച്ചിട്ടോ. എങ്ങോട്ടും വരും. ഏത് വെളിയും സ്വീകരിക്കും. ഓക്കെ. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാല് നല്ലോണം തിന്നുക, വേറെ പരിപാടികളൊന്നുമില്ല. നമ്മളെ തന്നെ മെയിൻ ഉദ്ദേശം തന്നെയാണ്. എല്ലുമുറിയെ തിന്നുക, എല്ലുമുറിയെ പണിയെടുക്കുക. അതന്നെ. അപ്പോൾ നിർത്താൻ പോവാണ്. അപ്പൊ ബാക്കി അടുത്ത വീഡിയോ ഇനിയും കാണാം. വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക അല്ലെ? എല്ലാ പരിപാടികളും